ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബ്രദർ തിരിച്ച് ഒമാനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമ്മളൊരു 3:30 കഴിഞ്ഞ ടൈമിലാണ് ഇറങ്ങിയത്. അപ്പം വെളുപ്പിനെ തന്നെ നമ്മൾ സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിസ്റ്റേഴ്സിനോടും വലിയത്തടുത്തും പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പോയിട്ട് നമ്മൾ അടുത്തൊരു ബ്രദറിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേന് അണ്ണൻ ഇറങ്ങി. പിന്നെ എല്ലാവരുടെ അടുത്തും വല്യമ്മയുടെ അടുത്തൊക്കെ യാത്ര ചോദിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ എവിടെ ട്രാവൽ ചെയ്താലും അങ്ങനെ ഉറങ്ങാത്ത ആളാണ്. പക്ഷേ ഞാൻ അന്ന് നല്ലപോലെ വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 3:30 പോകണമെന്നാണല്ലോ പ്ലാൻ ചെയ്തത്, അല്ലെ 3 മണിക്കാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പം അതിന് മുന്നേ നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ 3 മണിക്ക് എണീക്കുമ്പം അതിൻ്റെ ഒരു ക്ഷീണം കാണും, അത് സെറ്റ് ആവത്തില്ല. കാരണം ഉറങ്ങി വന്നപ്പോൾ തന്നെ 1 മണിയായി എല്ലാവരും കിടന്നപ്പം. അപ്പോൾ ആ ഒരു കിടന്നിട്ട് പിന്നെ 3 മണിക്ക് എണീക്കുമ്പോൾ ഉറക്കം ശരിയാവത്തില്ലെന്ന് വെച്ചിട്ട് ഞാൻ കിടന്നില്ല, ഉറങ്ങിയില്ല, ഉണർന്നു തന്നെ ഇരിക്കുമായിരുന്നു 3 മണി വരെയും. അതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഉറങ്ങിപ്പോയത്. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല സൂര്യനൊക്കെ ഉദിക്കാറായി നിൽക്കുകയാണ്. അപ്പം അവിടെ കുറേ പേര് ലഗേജൊക്കെ ഇറക്കി വെക്കുമായിരുന്നു. അപ്പം നമ്മൾ ലഗേജൊക്കെ ഇറക്കി, കാരണം ബാക്കിയുള്ളവർക്ക് വാഷ്റൂമിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ബ്രദേഴ്സും എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി വന്നു. അങ്ങനെ പിന്നെ ഏകദേശം ടൈം ആവാറായപ്പോഴത്തേന് എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് അണ്ണൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ കാർ നിർത്തിയിട്ട് എവിടെയൊക്കെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഇടയ്ക്ക് ആരൊക്കെയും അടുത്ത് ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് ഇതെനിക്കൊന്നും അങ്ങോട്ടൊന്നും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇവിടെ ചെറിയൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഓർമ്മയുണ്ട് ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നതായിട്ട്. ഞാൻ അതുപോലെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അങ്ങനെ ചെക്കിങ്ങിലൊക്കെ നിന്നു. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ നല്ല രീതിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. എല്ലാ വട്ടവും വിചാരിക്കും ഈ വട്ടം പോകുമ്പോൾ നല്ല പോണക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ എല്ലാ വട്ടവും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഇങ്ങനെ കിട്ടാറുള്ളൂ. അങ്ങനെ ബ്രദർ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഏത് ഫിലിമിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതായത് നമ്മൾ ബ്രദറിനെ വിളിക്കാൻ വന്ന ടൈമിൽ. പിന്നെ നമ്മൾ തിരിച്ചു പോയ സമയത്ത് നമ്മൾ എപ്പോഴും ലുലു മാൾ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ വീഡിയോയിലും ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് നോക്കിയാലും ലുലു മാൾ കാണാം. കാരണം അതെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങ് എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് വെറുതെ അങ്ങ് എടുത്തെന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് എനിക്ക് അറിയത്തില്ല, ചിലപ്പം ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ചട്നി മാമി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും പോകുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു. കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അവിടുത്തെ കയറി പോകുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, മിസ്സായിപ്പോയി ആ വീഡിയോ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ തന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ, മറ്റേ താമരയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ചത് ഒറിജിനലാണോ എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നത്. പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലായിട്ട് തോന്നും. പിന്നെ അതുപോലെ ഒരുപാട് ഇപ്പം നമുക്കങ്ങനെ അധികം കാണാത്ത ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഫ്ലവറൊക്കെ പണ്ട് ഒരുപാട് നമ്മുടെ വീട്ടിലൊക്കെ കാണുമായിരുന്നു. ഇപ്പം പിന്നെ അതിനെയൊന്നും കാണാനില്ല. പിന്നെ എനിക്കൊന്ന് അവിടെ എന്തോ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഇന്നല്ല, ചിലപ്പോൾ തലേ ദിവസം വല്ല നടന്നേയിരിക്കും. അതായത് ഈ ഒരു എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കാരണം അവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബലൂണൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അവിടുത്തെ ജസ്റ്റ് ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിങ്ങനെ പോവാണ്. കാരണം ഒരു എന്താ പറയുന്ന നേച്ചറുമായിട്ട് ഇണങ്ങി ചേർന്നൊരു ഷോപ്പ് പോലെ തോന്നി. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എല്ലാ ഒരു റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അത് കുറച്ചൊന്ന് യുണീക്കായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ നേരെ പോകുന്ന സൈഡിൽ വാഷ്റൂമാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ എൻട്രൻസ്. അവിടെ പിന്നെ കുറേ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ പോകുമ്പോൾ നമ്മുടെ പേരും വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, പേരെന്തായാലും നമ്മൾ പറയണം. പിന്നെ ഈ മെയിൽ ഐ ഡി ആണോ എന്തൊക്കെയോ നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ പേര് അവർ വിളിച്ച് അങ്ങനെയാണ് നമ്മൾ കയറുന്നത്. നോർമൽ ഒരു ഷോപ്പ് പോലെയല്ല. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. കാരണം അത്രയും ഫേമസ് ആണ്, അത്രയും എല്ലാവർക്കും ഈ ഒരു ഫുഡ് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. പിന്നെ നമ്മുടെ മെനു കാർഡിൽ തന്നെ ജഡായുപ്പാറയില്ലേ, അതിൻ്റെ ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാനിങ്ങനെ ബ്രദറിനോട് ചോദിച്ചു ഇത് എന്തായിരിക്കും, അപ്പോൾ ഒന്ന് അത് റീഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു 14 കിലോമീറ്റർ പോയിക്കഴിഞ്ഞാൽ ജഡായുപ്പാറയുണ്ട്. അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ കുറേ വിസിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അതിപ്പം അതിൻ്റെ ഓരോ പേജ് മാറ്റുമ്പോഴും അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കല ക്ലിഫിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ എത്ര കിലോമീറ്റർ മാറി ഓരോ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഓരോന്നാണ് വാങ്ങിയത്. പുട്ട്, നമ്മുടെ ആ പുട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുട്ടും പിന്നെ അതിൻ്റെ കൂടെ എന്തോ ഒരു കറി, പിന്നെ പയറും,
പിന്നെ സ്റ്റീം ചെയ്ത ബനാന അതൊക്കെയാണ്. അത് പിന്നെ അമ്മായും വല്യമ്മയൊക്കെ പൂരിയാണ് പറഞ്ഞത്. ഞാനും അടുത്ത ബ്രദറൂടെ പറഞ്ഞത് മസാല ദോശയായിരുന്നു. സോറി, മസാല ദോശയല്ല, നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പം അണ്ണന് കിട്ടിയ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് മാത്രം ഈ ഒരു സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് മാത്രം ഒരു സ്റ്റൈലിൽ കിട്ടിയെന്ന്. പക്ഷേ നെയ് റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇത് ഇത്ര ഒറിജിനൽ ആയിരുന്നു എന്നുള്ളതിന് അടുത്ത് പോയപ്പോഴും ആ ഒരു മറ്റേ തേനീച്ചകളൊക്കെ ഇല്ല, അതിങ്ങനെ അതിൻ്റെ പുറമേ നടക്കുമ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെന്നെ വീട്ടിൽ വന്നപ്പോൾ ഐസൂട്ടൻ ഓടി വല്യമ്മ അടുത്ത് പോയതാണ്, വലിയ കാര്യത്തിൽ ഓടിപ്പോയതാണ്. ഓടിപ്പോയി മടിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുഞ്ഞി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിയുടെ വാപ്പി വീഡിയോ കോൾ ചെയ്യായിരുന്നു. അപ്പോൾ കുഞ്ഞി എൻ്റെ അടുത്ത് വന്ന് ഹായ് ഒക്കെ കാണിച്ച്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് കുഞ്ഞി എൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നത്. എന്തോ സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ചുറ്റിനും കിടന്ന് അവളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലേയൂട്ടന് ആമിനൊക്കെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു ഡേ അങ്ങനെയൊക്കെ പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.